രുചിഭേദങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പഞ്ഞി പോലെ ഒരു കേക്കുമായിട്ടാട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ലെച്ചസ് കേക്ക് അഥവാ 3 മിൽക്ക് കേക്ക് എന്നും പറയും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ടേസ്റ്റ് ആണെങ്കിൽ പറയാനുമില്ല, അത്രയും ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ ഇതിൽ മുട്ട ഉപയോഗിച്ചിട്ടില്ല. ഫ്രൈങ് പാനിലാണ് ബേക്ക് ചെയ്തെടുത്തത്. വെറും 10 മിനിറ്റ് മതി കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. സാധാരണ കേക്കിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. ഇതിലെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഇത് ഒരു പ്രാവശ്യങ്ങളും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും എനിക്ക് ഉറപ്പുണ്ട്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ റെസിപ്പി അറിയണതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ കേക്ക് ഫ്രൈങ് പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ബട്ടർ ഫ്രൈങ് പാനിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തത് ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. അടുത്തത് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ അടുത്തത് 1/4 കപ്പ് പുളിക്കാത്ത തൈര് ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക്, 1 ടീസ്പൂൺ വെനില എസൻസ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വിസ്ക് ഉണ്ടെങ്കിൽ ഇതെടുക്കുക, അല്ലെങ്കിൽ ഒരു ചട്ടുകായാലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 കപ്പ് മൈദ ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എപ്പോഴും കേക്ക് ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരേ ഡയറക്ഷനിലായിരിക്കണം. അതുപോലെ തന്നെ കേക്ക് ബാറ്റർ ഓവർ മിക്സ് ആവാനും പാടില്ല, മിക്സിങ് കുറഞ്ഞു പോവാനും പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ആ ടെക്സ്ചറിൽ വരില്ല. അടുത്തത് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച ഫ്രൈങ് പാനിലേക്ക് ഈ ഒരു കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് റിലീസ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യും വേണം. ഈ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാനേ പാടില്ല നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത്. ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം ഫ്രൈങ് പാൻ അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് ഇൻ കേസ് ബേക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടെ വെച്ചാൽ മതി. മാക്സിമം ഒരു 12 മിനിറ്റ് കൊണ്ട് ഉറപ്പായിട്ടാവുന്നതാണ്. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ആദ്യം നമുക്ക് സൈഡ്സ് ഒന്ന് ബേക്ക് ആയിട്ടുണ്ടോ നോക്കാം. നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിഡിൽ പോർഷൻ നോക്കാം. അവിടെയും നന്നായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാം. അതിന് ശേഷം മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുക്കട്ടെ കേക്ക്. അപ്പോൾ കേക്ക് ആറുന്ന സമയം കൊണ്ട് നമുക്കൊരു പാലിൻ്റെ മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഈ കേക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക്, 1 ടീസ്പൂൺ വനില എസൻസ്, ഇത് മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മിക്സ്ചർ ഉണ്ടാക്കാൻ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ 1 ലിറ്റർ പാല് 1/2 ലിറ്ററായിട്ട് വറ്റിച്ചെടുത്ത് ഇതിൽ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു സ്പാറ്റുല കൊണ്ട് ജസ്റ്റ് ഒന്ന് സൈഡ്സ് ഒന്ന് റൺ ചെയ്ത് കൊടുക്കുകയാണ്, പെട്ടെന്ന് വിട്ട് വരാനായിട്ട്. അല്ലാതെ തന്നെ ഇത് ഈസി ആയിട്ട് വന്നോളൂ കേട്ടോ. ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ എത്ര പെട്ടെന്ന് വന്നു എന്ന്. പിന്നെ ഇതിൻ്റെ അടിവശം ഉണ്ടല്ലോ, ഇത്രയും ഡാർക്ക് ആവണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ വെക്കാം. അപ്പോൾ ഇത് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, ജസ്റ്റ് നല്ല കളർ വന്നു എന്ന് മാത്രം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ഞി പോലത്തെ ഒരു കേക്ക് തന്നെ കേട്ടോ എല്ലാം കൂടെ കഴിക്കണ സമയത്ത്. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യണതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇനി ചെയ്യാൻ പോണ പ്രോസസ്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈ ഫ്രൈയിങ് പാനിൽ തന്നെ ചെയ്യാം. പക്ഷേ ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റിയെന്ന് മാത്രം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്.
ഇനി അടുത്തത് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പടക്കോലോ കൊണ്ട് കേക്കിൻ്റെ എല്ലാ വശവും നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം. നമ്മൾ ഒഴിക്കാൻ പോണ ആ പാലിൻ്റെ മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പാലിൻ്റെ മിക്സ്ചർ ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അതിന് ശേഷം ഈ കേക്കിൻ്റെ മുകളിലായിട്ട് അത് ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കുക. എത്രത്തോളം നമുക്ക് ഒഴിക്കാൻ പറ്റുമോ അത്രത്തോളം ഒഴിക്കണം. അതിനുശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റും വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടുതൽ അബ്സോർബായി കൂടുതൽ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഇത് ഞാൻ ഓൾറെഡി വിപ്പ് ചെയ്ത് വെച്ച ക്രീമാണ്. അത് മിക്സിയിലാണ് വിപ്പ് ചെയ്തെടുത്തത്. ഞാൻ ചെന്നൈയിൽ നിന്ന് വരുന്ന സമയത്ത് ബീറ്ററൊന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ട്രോപ്പലൈറ്റ് എന്ന് പറഞ്ഞ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്തത്. അത് ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെയാണ്. ഇവിടെയൊന്നും അത് അവൈലബിൾ അല്ല തോന്നുന്നുണ്ട്. നമുക്ക് മിക്സിയിൽ വിപ്പ് ചെയ്തെടുക്കാൻ ഏറ്റവും നല്ല ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രോപ്പലൈറ്റ് തന്നെയാണ്. കാരണം എനിക്കൊരു 3 മിനിറ്റ് കൂടെ ആയില്ല, നല്ല ക്ലീൻ ആയിട്ട് വിപ്പ് ചെയ്ത് കിട്ടി. ഇപ്പോൾ ആ ക്രീം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാതിരിക്കണത്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു മിക്സിയിൽ ഇത്ര പെർഫെക്റ്റായി കിട്ടുന്നുള്ളത്. അതിനുശേഷം ഞാൻ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീം കൊണ്ട് ഞാൻ മിക്സിയിൽ ചെയ്തപ്പോൾ എനിക്ക് ശരിയായി വന്നില്ല. പക്ഷേ ഇത് പെർഫെക്റ്റായി വന്നു. കണ്ടില്ലേ, നമ്മൾ സ്പാറ്റുല കൊണ്ട് താഴേക്ക് ഇട്ടാലും താഴെ വീഴില്ല. അത്രയും നമ്മൾ ബീറ്ററിൽ വിപ്പ് ചെയ്യണ അതേ എഫക്റ്റ് തന്നെയായിരുന്നു എനിക്ക് മിക്സിയിൽ വിപ്പ് ചെയ്തപ്പോൾ വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രോപ്പലൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡൊക്കെ കിട്ടുകയാണെങ്കിൽ ബീറ്റർ ഇല്ലാത്തവർ അത് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണെന്ന് മാത്രം. അപ്പോൾ ഇനി ഈ വിപ്പിംഗ് ക്രീം നല്ല തിക്കായിട്ട് ഈ കേക്കിൻ്റെ പുറത്ത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുശേഷം സൈഡ്സ് നല്ലൊരു ലെവലാക്കി കൊടുക്കണം. നല്ലൊരു റൗണ്ട് ഷേപ്പിലാവണമല്ലേ ഏറ്റവും ഭംഗി കാണാനായിട്ടും. അപ്പോൾ നോസിലൊന്നും ഇല്ലാതെ പൈപ്പിംഗ് ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം ഞാൻ നിറച്ചിട്ട് ചുമ്മാ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നോസിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തന്നെ. പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർ വെറും ഈ പാലിൻ്റെയൊക്കെ കവർ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ കേക്ക് ചെറിയ ഡിസൈനൊക്കെ കൊടുത്ത് റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ട്യൂട്ടി ഫ്രൂട്ടി എടുത്ത് മിക്സിയിലിട്ട് ഒന്ന് പൾസ് മോഡിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് തൂവി കൊടുക്കാം. അപ്പോൾ മിക്സഡ് കളറാവണ സമയത്ത് കാണാനൊരു ഭംഗിയായിരിക്കുമല്ലോ. ഇപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. പിസ്തയൊക്കെ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ പ്രത്യേക രസമായിരിക്കും. അതുപോലെ തന്നെ റോസ് പെറ്റൽസ്, അതൊക്കെയാണ് ഈ ഒരു കേക്കിന് കൂടുതൽ ഭംഗി കൊടുക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഒരു മണിക്കൂറൊക്കെ വെച്ചാലും മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് സെർവ് ചെയ്യണ സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പാലിൻ്റെ മിക്സ്ചർ ഉണ്ടാവുമല്ലോ, അത് കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ച ശേഷം അതിൻ്റെ മുകളിൽ ഈ മിൽക്കിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുത്ത് സെർവ് ചെയ്യാം. ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു കേക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കാണില്ലേ, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ എത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണെന്ന്. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ കമൻ്റ് ആയിട്ടെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നന്നായിരുന്നു. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. Thank you all.